സൂറത്ത് ദുഖാനില നമ്മൾ പഠിച്ചു പോയതാണത്. വത്റുക്കിൽ ബഹ്റ റഹ്വൻ എന്ന് പറയുന്നുണ്ട്. വത്റുക്കിൽ ബഹ്റ റഹ്വൻ, സമുദ്രത്തെ റഹ്വാക്കി വിടാൻ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതെന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്മിനീങ്ങളെയും കൊണ്ട് ഇസ്രായേലിയരെയും കൊണ്ട് മറുകര, മുഅ്മിനീങ്ങളെയും കൊണ്ട് പറയാം, ഏതായാലും ഇസ്രായേലിയരെയും കൊണ്ട് മറുകര പറ്റി. മറുകര പറ്റിയിട്ട് പിന്നെ മൂസ അലൈഹി സ്വലാത്തു സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സമുദ്രത്തെ ഇതാക്കും, കൂട്ടും. അതെന്തിനാ? തങ്ങളെല്ലാം രക്ഷപ്പെട്ടു, ഇനി മറ്റൊരു വരിക ഇല്ലേ, അപ്പോൾ ഓല് വരാതിരിക്കാൻ, ഓല് വരെ വന്നിട്ട് പിടികൂടൂല ആ വഴിയെ. അപ്പോൾ അതില്ലാതിരിക്കാൻ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമുദ്രത്തിൽ തച്ച് ഇതിനെ കൂട്ടുക എന്നുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോട്, വത്റുക്കിൽ ബഹ്റ റഹ്വൻ, വടിയടിച്ച് ഉണങ്ങിയ വഴി ആളുകൾക്ക് പോകാൻ ഉണ്ടാക്കുക. എന്നിട്ട് വത്റുക്കിൽ ബഹ്റ റഹ്വൻ, സമുദ്രത്തെ റഹ്വാക്കി വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്, അതിനെ മഫ്തൂഹാക്കിയിട്ട് വിടുക. പിന്നെ സാഖിനൻ എന്നാണ് റഹ്വൻ എന്ന് പറഞ്ഞാൽ, സമുദ്രം ഇപ്പോൾ മല പോലെ വെള്ളം ഇരച്ച് നിൽക്കുന്നുണ്ടെങ്കിലും അത് സാക്കിനൻ, മല പോലെയാണ് വെള്ളം നിൽക്കുന്നത്. എന്താണ് ഇത്? അനങ്ങണില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെള്ളം ഇങ്ങനെ മല പോലെ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അനങ്ങാതെ നിൽക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. അത് അള്ളാഹിൻ്റെ കഴിവാണത്, അനങ്ങാതെ നിൽക്കണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് അനങ്ങാതെ സമുദ്രം തുറന്ന നിലക്ക് നിർത്തുക, വിട്ടേക്കുക. അതാണ് വത്റുക്കിൽ ബഹ്റ റഹ്വൻ. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയാൻ കാരണം എന്താ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വേഗം വെള്ളം കൂട്ടിയിട്ട് ഇവരെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഇവരിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന് ഭാവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയടിച്ചു, ഇസ്രായേലിയരെയും കൊണ്ട് മറുകര പറ്റി. അള്ളാഹു പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ബഹ്റിനെ, സമുദ്രത്തെ റഹ്വാക്കി, തുറന്ന നിലക്ക് ഈ മലയായി ഇരച്ചു നിന്നതിനെ അതേപോലെ വിട്ടു. ഫഅത്ബഅഹും ഫിർഔൻ, അതാണ് ഫഅത്ബഅഹും ഫിർഔൻ, ഫിർഔൻ അവരെന്ത് ചെയ്തു? പിന്തുടർന്നു. അത്ബഅഹും, അവിടെ അത്ബഅ എന്നാണ്, അത്ബഅ തബിഅ എന്ന അർത്ഥത്തിൽ. തബിഅ എന്ന് പറഞ്ഞാൽ പിന്തുടർന്നു, ഇത്തിബാ എന്ന് പറഞ്ഞാണ്. അത്ബഅ എന്ന് പറഞ്ഞാലും പിന്തുടർന്നു എന്നാണ് അർത്ഥം. ഫഅത്ബഅഹും ഫിർഔൻ, ഫിർഔൻ അവരെ പിന്തുടർന്നു. അവരെന്ന് പറഞ്ഞാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഇസ്രായേലിയരെയും പിന്തുടർന്നു. ബിജുനൂദിഹി തൻ്റെ സൈന്യങ്ങളെയും കൊണ്ട് പിന്തുടർന്നു. അങ്ങനെ പിന്തുടർന്നപ്പോൾ ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും, ഫഗശിയഹും അപ്പോൾ അവരെ മൂടി, പൊതിഞ്ഞു. ഗശിയ എന്ന് പറഞ്ഞാൽ ഗത്ത, പൊതിഞ്ഞു, മൂടി. ഫഗശിയഹും അവരെ പൊതിഞ്ഞു, മൂടി. മിനൽ യമ്മി, യമ്മിൽ നിന്ന്, യമ്മ എന്ന സമുദ്രം, ബഹർ എന്ന അർത്ഥത്തിൽ. മിനൽ യമ്മി മാ ഗശിയഹും, മാ ഗശിയഹും, മാ എന്ന് പറഞ്ഞാൽ യാതൊന്ന്, ഗശിയ അത് മൂടി, ഹും അവരെ, മാ ഗശിയഹും അവരെ മൂടിയതൊന്ന്. അവിടെ ഫഗശിയഹും ഈ ഫിർഔനെയും അവൻ്റെ സൈന്യത്തെയും മൂടി, പൊതിഞ്ഞു. മിനൽ യമ്മി സമുദ്രത്തിൽ നിന്ന്, മാ ഗശിയഹും അവരെ മൂടിയതെന്തോ അത്, മൂടിയതെന്തോ. ഇതിവിടെ ഈ മാ എന്നുള്ളതുണ്ടല്ലോ ഇബ്ഹാമിനെ അറിയിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് അതൊക്കെയും എന്നുള്ളതാണ് അറിയിക്കുന്നത്. എന്തൊക്കെയാണോ പൊതിഞ്ഞത് അതൊക്കെയും എന്ന അർത്ഥം കിട്ടാനാണ് ഈ മാ പ്രയോഗിച്ചത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് നമ്മളെന്താ വിചാരിക്കുക? വെള്ളം ഇരച്ചു നിൽക്കുകയാണ്, അത് കൂടുമ്പോൾ വെള്ളമാണ് അവരെ പൊതിഞ്ഞതെന്നാണ്, വെള്ളമാണ്. പക്ഷെ വെള്ളം മാത്രമല്ല അവരെ പൊതിഞ്ഞത്, ഫിറൗനെയും സൈന്യത്തെയും പൊതിഞ്ഞത് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അള്ളാഹിൻ്റെ അദാബുണ്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബും പല രീതിയിലുണ്ട്. അതാണ് ഫഗശിയഹും മിനൽ യമ്മി, ആ സമുദ്രത്തിൽ നിന്ന് അവരെ പൊതിഞ്ഞു. മാ ഗശിയഹും അവരെ പൊതിഞ്ഞത് എന്തെല്ലാമാണ്? അതല്ല അത് വെള്ളമുണ്ട്, വെള്ളമില്ലാത്തതൊക്കെ ഉണ്ട്. അവരെ പൊതിഞ്ഞു, അവരെ വിഴുങ്ങി എന്നുള്ള അർത്ഥത്തിൽ. മിറാജിൻ്റെ രാവിലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ, ഇത് യഗ്ഷ, അതേപോലെ തന്നെ ഇത് യഗ്ഷ സിദ്റ, സിദ്റയെ പൊതിഞ്ഞു, മൂടി. മാ യഗ്ഷ എന്താണോ മൂടിയത് അതൊക്കെയുന്നാണ്. അതെന്താ? പിന്നെ സിദ്റത്ത് തങ്ങൾ മിറാജ് രാവിൽ പിന്നെ ആകാശങ്ങൾക്കുപരിയിൽ സിദ്റത്തിനെ കണ്ടു. സിദ്റത്ത് സ്വർഗത്തിനടുത്താണ്, സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ. അപ്പോൾ ആ സിദ്റയെ പൊതിഞ്ഞു എന്നാണ്. ആ പൊതിഞ്ഞത് എന്താണ്? പല വർണ്ണങ്ങളാണ്.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ പൂർണ്ണ രൂപത്തിലുള്ള സാന്നിധ്യമാണ്, മനസ്സിലായി. അതേപോലെ തന്നെ സ്വർണ്ണാങ്കിതമായ ഫറാഷുകളാണെന്നൊക്കെ ഹദീസിൽ കാണാം. ഫറാഷും മിൻ ദഹബ്, സ്വർണ്ണാങ്കിതമായ ഫറാഷുകൾ മൂടി പൊതിഞ്ഞ രീതിയിൽ വളരെ ഗംഭീരമായ ഭംഗിയാർന്ന കാഴ്ചയാണ് ആർക്ക്? സിദറക്ക്. അത് സ്വർഗത്തിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ സ്വർഗം എന്തായിരിക്കും? അല്ലാഹുമ്മ നസ്അലുക്കൽ ജന്ന. ഏതായാലും അതാണ്. പിന്നെ അവിടെ ഇത് യഗ്ഷ സിദ്റത്തമായ യഗ്ഷ എന്ന് പറഞ്ഞത് അതേപോലെ ഒരു പ്രയോഗമാണ് ഇവിടെ. ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. പക്ഷേ അവിടെ പൊതിഞ്ഞത് അനുഗ്രഹങ്ങളാണ് എങ്കിൽ ഇവിടെ പൊതിഞ്ഞത് എന്താണ്? ഇവിടെ പൊതിഞ്ഞത് ശിക്ഷയും അള്ളാഹുവിൽ നിന്നുള്ള പലവിധ ലാനത്തുകളൊക്കെയാണ് അവർ പൊതിഞ്ഞത്. അതാണ് ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. അതുകൊണ്ടാണ് ഫിറൗൻ്റെ കൂടെ സൈന്യം, വലിയൊരു സൈന്യം. ഫിറൗൻ ഭയങ്കര അഹങ്കാരിയാണ്, എല്ലാവിധ കെൽപ്പും കരുത്തും അവകാശപ്പെടുന്ന ആളാണ്. പക്ഷേ ആ ഒരു വെള്ളം കൂടിയപ്പോൾ ആ വെള്ളത്തിൽ നശിച്ചില്ലേ ഫിറൗനും അവൻ്റെ സൈന്യവും. അഗ്റഖ്നാഹും അജ്മഈൻ എന്നാണ്, ഒന്നടങ്കം നാം അവരെ മുക്കി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്.